അങ്ങനെ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ISL 23-ാം തീയതി, അതായത് നവംബർ 23-ാം തീയതി പുനരാരംഭിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിലേക്ക് വന്നാൽ 24-നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ബ്രേക്കിന് ശേഷമുള്ള ആദ്യ മത്സരം വരുന്നത്. അത് കൊച്ചിയിൽ വെച്ച് തന്നെയാണ് മത്സരം. 28-നും ഒരു മത്സരമുണ്ട്, അതും കൊച്ചിയിൽ വെച്ച് തന്നെയാണ്. സോ 24-ലെ മത്സരത്തിലേക്ക് വന്നാൽ ചെന്നൈയിൻ FC-ക്കെതിരെയാണ് മത്സരം. സോ നമുക്കറിയാം നിലവിലെ നമ്മളുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ തുടർച്ചയായി 3 മത്സരങ്ങൾ തോറ്റിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. സോ ചെന്നൈയിനെതിരായ 24-ലെ മത്സരം ജയിച്ച് ഒരു കംബാക്ക് അടിക്കുക എന്നത് തന്നെയായിരിക്കും നമ്മുടെ ലക്ഷ്യം എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 8 മത്സരത്തിൽ നിന്ന് 8 പോയിൻറ്റുമായിട്ട് നമ്മൾ 10-ാം സ്ഥാനത്താണ്. അതായത് 8 മത്സരങ്ങളിൽ നിന്ന് 4 തോൽവി, 2 ജയം, 2 സമനില, അങ്ങനെ ആകെ മൊത്തം 8 പോയിൻറ്റ്. മറുവശത്ത് ചെന്നൈയിൻ FCയുടെ ഒരു ഫോം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവർ 8 മത്സരത്തിൽ നിന്ന് 12 പോയിൻറ്റുമായിട്ട് 4-ാം സ്ഥാനത്താണ്. അതായത് നമ്മളെക്കാൾ ഒരു 6 സ്ഥാനം മുന്നിലാണ് അവർ നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർ ഡേഞ്ചറാണ് എന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഓവൻ കോയലിൻ്റെ ടീമാണ്. ഓവൻ കോയലിൻ്റെ ടീം എങ്ങനെ കളിക്കുന്നൊക്കെ നമുക്കറിയാം. നമുക്ക് മിക്കപ്പോഴും ചെന്നൈയായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ നമുക്ക് നല്ല പണി തന്നൊരു ടീം കൂടിയാണ് ചെന്നൈയിൻ FC. കഴിഞ്ഞ സീസണിലൊക്കെ ഓർമ്മയുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം കരുതി തന്നെ കളിക്കണം. ഓവൻ കോയൽ ഇപ്പോൾ 2-ാം സീസണാണ് ചെന്നൈയിൻ്റെ കൂടെ. കഴിഞ്ഞ സീസണിൽ തന്നെ ആൾ അത്യാവശ്യം ടീമിനെ ബിൽഡ് ചെയ്തെടുത്തിരുന്നു. ഈ സീസണിൽ കുറച്ച് നല്ല പുതിയ പ്ലേയേഴ്സും കൂടെ വന്നിട്ട് അവർ ഒരുമാതിരി സെറ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിൽമർ ഗില്ലുണ്ട്, അതുപോലെ ബംബർല, ചൊക്കുണ്ട്, പിന്നെ അങ്ങനെ ഓവൻ കീഴിൽ കളിച്ചിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സും പുതിയ പ്ലേയേഴ്സൊക്കെ ചേർന്ന് ഒരു സെറ്റ് സ്ക്വാഡ് തന്നെയാണ് ചെന്നൈയിൻ FCയുടെ സ്ക്വാഡ്. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ കളിക്കും. ഒരു ഹൈ പ്രസ്സിങ് ആൻഡ് ഫിസിക്കൽ ഗെയിം തന്നെ നമ്മൾ കൊച്ചിയിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്ക് ഈ ഒരു മാച്ച് ജയിച്ചേ പറ്റൂ, എന്ത് വില കൊടുത്തും ജയിച്ചേ പറ്റൂ. 3 തോൽവിയായി, എന്നൊരു തോൽവി കൂടി നമുക്ക് നേരിടേണ്ടി വരിക എന്നത് നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ ഒരു പ്രോഗ്രഷനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് 24-ത്തെ മാച്ച് കഴിഞ്ഞ് നേരെ 28-ന് മാച്ചുണ്ട്, അത് ഗോവയ്ക്കെതിരെയുള്ള മാച്ചാണ്. സോ ഈ 2 മാച്ചും ജയിച്ച് ശക്തമായി പോയിൻ്റ് ടേബിളിലേക്ക് മുന്നോട്ട് വരിക എന്നത് തന്നെയായിരിക്കും നമ്മുടെ ലക്ഷ്യം. സോ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഞാൻ നോവ സദോയെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൾ കഴിഞ്ഞ മാച്ചിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് എത്തിയത്. നമുക്കറിയാം ആൾക്കൊരു പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഈ മാച്ചിലേക്ക് എത്തുമ്പോഴേക്കും ആളുടെ പരിക്കൊക്കെ പൂർണ്ണമായും മാറി ആളൊരു ഫുൾ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ നോവ സദോയി വരും. പെപ്ര കഴിഞ്ഞ മാച്ച് സസ്പെൻഷൻ ആയിരുന്നു, ആൾ മടങ്ങിയെത്തും. ആളൊരു ചിലപ്പോൾ സെക്കൻഡ് ഹാഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരിക്കും എത്തുന്നത്. പെപ്രയുടെയൊക്കെ അൺഅവൈലബിലിറ്റി നമുക്ക് കഴിഞ്ഞ മാച്ചിൽ വളരെയധികം ബാധിച്ചിരുന്നു. സോ ഈ ഒരു മാച്ചിൽ ഫുൾ സ്ക്വാഡ് പരിക്ക് മാറി മറ്റു താരങ്ങൾ കൂടി ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡോടുകൂടി വന്ന് നമുക്ക് അത്യാവശ്യം ഒരു 2-1 ചെന്നൈയിൻ FCയെ പരാജയപ്പെടുത്താൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ നിങ്ങളുടെ പ്രെഡിക്റ്റഡ് ലൈനപ്പും പ്രെഡിക്റ്റഡ് സ്കോറും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.